എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നാട്ടിലെങ്ങും മാങ്ങയുടെ സീസണാണ്. ഈ ഒരു സീസണിൽ ധാരാളമായി കിട്ടുന്ന മാങ്ങ അടുത്ത വർഷം വരെ എങ്ങനെ കേടുപാട് കൂടാതെ സൂക്ഷിക്കാമെന്നാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാനിന്ന് കാണിച്ചു തരുന്നത്. നമ്മൾ ഇന്ന് അടമാങ്ങ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് അടമാങ്ങയൊക്കെ തയ്യാറാക്കി വർഷം മുഴുവനും സൂക്ഷിക്കാൻ പറ്റുന്നതെന്ന്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. മാങ്ങ ഉണക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇത്രയും തന്നെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അതുപോലെ മാങ്ങ ഉണക്കിയെടുക്കാനുള്ളപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പുളിപ്പുള്ള മാങ്ങയാണ്. ഇനിയിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മാങ്ങയിലെ വെള്ളമയൊക്കെ ഒന്ന് തുടച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ഓരോന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാങ്ങ പറിച്ചെടുക്കുമ്പോൾ താഴെ വീഴുന്ന മാങ്ങകൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് ഒഴിവാക്കാവുന്നതാണ്. മാങ്ങ ഇപ്പോൾ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ തുടങ്ങാം. ഞാനൊരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ അളവിൽ മാങ്ങയുള്ളത് കൊണ്ട് വലിയ പാത്രം തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും. ഇനി നമ്മുടെ മാങ്ങ ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ഭാഗമായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വളരെ തിന്നായിട്ട് വേണം മാങ്ങ കട്ട് ചെയ്തെടുക്കാനായിട്ടും. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് വളരെ എളുപ്പത്തിൽ തന്നെ മാങ്ങ ഉണങ്ങി കിട്ടുന്നതും. നല്ല വെയിലുള്ള കാലാവസ്ഥയായതുകൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ മാങ്ങ ഉണക്കിയെടുക്കാൻ സാധിക്കും. മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പുളിപ്പുള്ള മാങ്ങ വേണം എടുക്കാനായിട്ടും. അതുപോലെ തന്നെ വാടലൊന്നും ഇല്ലാത്തതും ആയിരിക്കണം. അങ്ങനെ നമ്മുടെ മാങ്ങ ഈ ഒരു രീതിയിൽ തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഇനിയിപ്പോൾ എല്ലാ മാങ്ങയും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ മുഴുവനും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ഒന്ന് ഉപ്പ് പുരട്ടി വെക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ വൈകുന്നേരമാണ് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഉപ്പ് പുരട്ടിയതിന് ശേഷം ഒരു ദിവസം മുഴുവനും തന്നെ ഞാൻ ഉപ്പിൽ നനച്ച് വെക്കുന്നതാണ്. മാങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കല്ലുപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കല്ലുപ്പ് ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. നിറയെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് താഴെ ഭാഗത്ത് കൈയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ മാങ്ങ ഈ ഒരു ബക്കറ്റിൻ്റെ മൂടി വെച്ച് അടച്ചതിന് ശേഷം നല്ല പോലെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പിടിച്ച് കിട്ടുന്നതുമാണ്. ഞാനിപ്പോൾ നമ്മുടെ മാങ്ങയിലേക്ക് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കുഴച്ചെടുക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മാങ്ങ മുഴുവനും തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഒരു ദിവസം മുഴുവനും തന്നെ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുള്ള മാങ്ങ രാവിലെ ആയപ്പോൾ നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ മുഴുവനും ഉപ്പ് പിടിച്ചിരിക്കുന്ന രീതിയിലാണ്. മാങ്ങ ഇപ്പോൾ ഇതുപോലെ പകുതി മുക്കാൽ ഭാഗത്തോളമായി വന്നിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാങ്ങ കഷ്ണങ്ങൾ നമുക്കൊരു ഊറ്റുപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. വെള്ളമെല്ലാം കളഞ്ഞെടുത്ത മാങ്ങ നമുക്ക് ഈ ഒരു രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കുടൻ തന്നെ ഇത് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കാം. നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരു കോട്ടൺ തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെയായിട്ട് വെള്ളം ഊറ്റിയിട്ടുള്ള മാങ്ങ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുവാണ്. കോട്ടൺ തുണിയിൽ വെയിലത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം മുഴുവനും തന്നെ ഈ ഒരു കോട്ടൺ തുണിയിൽ പിടിച്ച് വളരെ എളുപ്പത്തിലാണ് നമുക്ക് മാങ്ങ ഉണക്കിയെടുക്കാൻ സാധിക്കുന്നത്. മാങ്ങ തുണിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഉപയോഗിച്ച് ഒന്ന് നിരത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഉണങ്ങി കിട്ടുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ ഈ ഒരു രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സീസണിൽ ധാരാളമായി കിട്ടുന്ന മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ചാൽ നമ്മുടെ വീട്ടിൽ നിത്യവും തയ്യാറാക്കുന്ന കറികളിലും അതുപോലെ തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കാനും വളരെ തന്നെ നല്ലതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് ഉണക്കി കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ നല്ലൊരു അച്ചാറാക്കി എടുക്കാനായിട്ടും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ തന്നെ ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.